ഹായ് കൂട്ടുകാരെ, ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറിനുള്ള കറികളൊക്കെയാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബാക്കി ചോറും കറികളും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. ഇത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു തോരനാണ്. ഇതാ ഉള്ളിപ്പൂവും ഉള്ളിത്തണ്ടും ഒരു ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു തോരനാണ്. അതിനുവേണ്ടി 2 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, 3-4 വെളുത്തുള്ളി അല്ലി, 1/4 സ്പൂൺ പെരിഞ്ചീരകം. ഈ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം. കൂടെ മഞ്ഞപ്പൊടി, ഉപ്പും വെളിച്ചെണ്ണയും വേണം. പിന്നെ നമുക്ക് തോരനായതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ വേണം. ഇതൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്ന പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഇതാണിന്ന് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തുകൊണ്ട് ബാക്കി കറികളൊക്കെ നമുക്ക് ചോറൊക്കെ ആയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ കാണാം. എന്നിട്ട് അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയുള്ളി, ചുമന്നുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക്, 2 വറ്റൽമുളക് ഇത്രയും സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് അരിഞ്ഞത്, ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലേശം ഒന്ന് പച്ച മണം മാറി വരണം. നമുക്ക് നമ്മുടെ ഉള്ളിത്തണ്ട് ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തോരൻ വെച്ചാൽ. ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർ ഉള്ളിത്തണ്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടെ നമ്മുടെ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിപ്പൂ അരിഞ്ഞതും ക്യാപ്സിക്കം കൂടെ നമ്മൾ ആ ചതച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. പെട്ടെന്ന് കഴുകി തോരൻ. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഒരുപാട് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തണ്ടും ക്യാപ്സിക്കം ഒക്കെ ഒരു ജലാംശമുള്ള കൂട്ടത്തിലല്ലേ, അതിൻ്റെ ആ ഒരു കുഴഞ്ഞ് ഇതായി പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ പെരുംജീരകം ചേർത്തതിന് പകരം നല്ല ജീരകം ഇട്ട് നമുക്ക് തോരനുണ്ടാക്കാവുന്നതാണ്. ഇനി അപ്പോൾ അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഉള്ളിത്തണ്ട് ക്യാപ്സിക്കം കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഞാൻ അടപ്പൊക്കെ മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിക്കാൻ തുടങ്ങും. എണ്ണ തെളിയുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ് ഈ തോരൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊക്കെ എടുത്തിട്ട് ബാക്കി കാണാം. കൂട്ടുകാരെ, അങ്ങനെ ഇന്നത്തെ എൻ്റെ ഊണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊക്കെയാണ് കറി. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. കറിയായിട്ട് വരുന്നത് ചെറുപയർ കറിയാണ്. കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് പച്ചമോരുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്ന് നമുക്ക് കത്തിരിക്ക ഫ്രൈ. അതാണ് അമ്പലത്തിലൊക്കെ വൈകിട്ടും പോകേണ്ടതുകൊണ്ട് നമ്മളിന്ന് വെജിറ്റേറിയനാണ്. പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് കാണിച്ച നമ്മുടെ ഉള്ളിപ്പൂവും ഉള്ളിത്തണ്ടും ക്യാപ്സിക്കവും കൊണ്ടുള്ള തോരൻ, അതുപോലെ ഇത്തിരി മാങ്ങ അച്ചാറ്. ഇത്രയൊക്കെ മതിയല്ലോ നമുക്ക് ഊണ് കഴിക്കാൻ. ഞോണിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് കറി. നമ്മളിതെല്ലാം തയ്യാറാക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.